എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. എന്താണെന്നല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സന്തോഷകരമായ ഒരു വാർത്തയാണ്. ജസ്ന സലീമിനെതിരെ കേസ്, അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. ഈ ഒരു സംഭവം ഞാൻ പറയാൻ കാരണം എന്തുകൊണ്ടാണ്, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മയെ വ്യക്തിഹത്യ ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി. ജസ്ന സലീം മാത്രമല്ല, അതിൻ്റെ കൂടെ 2-3 ആൾക്കാരും ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മയെ മാത്രമല്ല, എന്നെ പറ്റിയിട്ടും അതുപോലെ തന്നെ ശ്രീലേച്ചിനെ പറ്റിയിട്ടും ശ്രീലേച്ചിൻ്റെ അച്ഛനെ പറ്റിയിട്ട് വരെ മോശമായിട്ട് പറഞ്ഞ് അവൾക്കെതിരെ, അതായത് അതവർ എൻ്റെ കണ്ണ എന്ന് വിളിക്കുന്ന ആ നാവ് കൊണ്ട് അതേ രൂപത്തിലുള്ള കണ്ണൻ തന്നെ നിന്നെ ജയിലിലാക്കാൻ പോവാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യം കേട്ടതിൽ. മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ചൊറിയാൻ പോയ ബാലാമണി താത്ത ജസ്ന സലീം പെട്ടു. സത്യം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് നിങ്ങളതായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെ ഒരാളും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നീ എന്താണ് ചെയ്യുന്നത്? എൻ്റെ കാല് കൊത്തിയോ, എൻ്റെ കൈ കൊത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുക. ഗുരുവായൂരിൽ പോയാൽ ഹിന്ദുക്കൾ കാല് കൊത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ? എൻ്റെ കാലിതാ, എൻ്റെ കൈ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഗുരുവായൂർ പോവുകയാണ്. ഹരേ കൃഷ്ണമാല കണ്ണടി ചാർത്താൻ വേണ്ടിയിട്ട്. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി. അപ്പം നിങ്ങൾ കണ്ടല്ലോ സുഹൃത്തുക്കളെ, എന്താ ഇവൾ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? മറ്റുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇമ്മാതിരി തെമ്മാടിത്തരം അത് അവസാനിപ്പിക്കുക. ശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത്. ബിനിലാണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, കൃഷ്ണഭക്ത എന്നുള്ള നിലയിൽ ജസ്ന സലീം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും റീലുകളിലും ഒക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസെടുക്കാനുള്ള കാരണം എന്താണ്? അഭിലാഷ്, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്നെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം, അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത്. അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, 10,000-കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടം എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ, അതായത് കൊടിമര ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കി അത് ലംഘിച്ചതിനാണ് ജസ്ന സലീമിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുക്കുകയും ആവർത്തിച്ച് ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കാണിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എടി ജസ്ന, ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? അതെ, നീയൊക്കെ എന്തൊക്കെയായിരുന്നു നമ്മളെ പ്രിയനെയൊക്കെ മച്ചിപ്പശു എന്ന് വിളിച്ച് ആക്ഷേപിച്ച നിന്നെ പോലുള്ള ഒരാളാ
ശരിക്കും പറഞ്ഞാൽ അഹംഭാവത്തിൻ്റെ ഒരു രൂപമായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് കണ്ടുവന്നത്. ആ ഒരു അഹംഭാവത്തിന് ദൈവം തന്ന വിലയാണ് ഈ ഒരു സംഭവം എന്ന് നീ കൂട്ടിക്കോ. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളൊക്കെ പരാതി കൊടുത്തിട്ടും എൻ്റെ അമ്മയൊക്കെ ഒരുപാട് വിഷമിച്ച ഒരു വ്യക്തിയാണ്. ആ അമ്മേനെ പറ്റിയിട്ട് നീ പറഞ്ഞ കാര്യങ്ങൾ അതൊരിക്കലും മോളെ മറക്കില്ല. എന്തു തന്നെയായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സംഭവം. ഇനി എൻ്റെ ഏട്ടൻക്ക് വരുമോ, ഗോപാലേട്ടൻ വരുമോ വരുമെങ്കിലും ഒന്ന് വിളിച്ചിട്ടൊന്ന് സംസാരിക്കുക, രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, അവർ മാത്രമേ ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇനി ഉണ്ടാവും എന്നറിയാം. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെന്തായാലും അയാളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നതാവും എനിക്കറിയാം. അതുകൊണ്ട് ഇനി ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് എന്നെ ഇനി ട്രോളാൻ നിൽക്കല്ലേ സഹോദരിയെ, കേട്ടാ. എന്നെ ട്രോൾ ചെയ്യാലും പ്രശ്നമില്ല, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഒരു കേസല്ല, 1000 കേസുകൾ വരുന്നുണ്ട്. അപ്പം ശരി, എന്നാൽ ബൈ ബൈ ജസ്ന സലീം.